കഴിവുള്ള ആൾക്കാരാണ്. ഞാൻ ചിന്തിച്ചത് എന്നെക്കാളും 100 മടങ്ങ് കഴിവുള്ള ആൾക്കാരാണ് എതിരെ നിൽക്കുന്ന. എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇപ്പൊ തോന്നുന്നത്, ഇപ്പൊ സാധാരണ ഞാൻ കളിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ, പഴം വിഴുങ്ങിയ പോലെ കളിക്കാതെ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോരണ സമയത്ത് എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് ചിലപ്പോൾ എൻ്റെ അമ്മയുടെ അടുത്തോ ചേട്ടൻ്റെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയും, ഷു എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നേനെ, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ അറിയാമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു റിഗ്രറ്റ് ഇല്ല. കാരണം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയൂ അത് മുഴുവൻ ഞാൻ 7 ദിവസം കൊണ്ട് അവിടെ ചെയ്ത് തീർത്തിട്ടുണ്ട്. 100 ദിവസം നിൽക്കുന്ന കണ്ടന്റ് ഞാൻ 7 ദിവസം കൊണ്ട് ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. എന്നാൽ എന്റെ കയ്യിൽ ഇനിയുണ്ട്, ആവനാഴിയിൽ ഇനിയും അമ്പുകൾ കിടക്കാണ്, ഇഷ്ടം പോലെ ഉണ്ട്. ഞാനത് ബിഗ് ബോസിനോട് ഞാനൊരു ഹിന്റ് പോലെ പറയുന്നുണ്ടായിരുന്നു. കാരണം അടുത്തത് ഞാൻ പിടിക്കാൻ പോകുന്നത് ഹ്യൂമറാണ്. RJ BB ഗ്രൂപ്പ്, കൈരിയുടെ മക്കളെ. ഞാൻ എന്റെ കളികള് നല്ല രീതിയിൽ ആദ്യത്തെ 3 ദിവസം നെഗറ്റീവ് സ്പ്രെഡ് ആണ് എനിക്കറിയാം. ഞാനൊരു പ്രേക്ഷകനായിട്ട് ഇരുന്നതാണ്. 5 സീസൺ ഞാൻ കണ്ട ആളാണ്. അപ്പൊ ഞാൻ പ്രേക്ഷകനായിട്ട് ഇരിക്കുമ്പോൾ എനിക്കറിയാം പ്രേക്ഷകരുടെ പൾസ്. ആദ്യത്തെ 3 ദിവസം എനിക്ക് നെഗറ്റീവ് തന്നെയാണ് പുറത്ത് സ്പ്രെഡ് ആവുന്നത് എന്റെ മനസ്സിൽ ഉറപ്പായിട്ടും. ഞാൻ അവിടെ കാട്ടിക്കൊടു തന്നെ. ഞാൻ പൂർണിമേനെ നോക്കിയിട്ട് ഇങ്ങനെ എപ്പോ നോക്കിയാലും ചൊറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പൂർണിമ എന്താ വിചാരിക്കും, ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഈ സാധനം പുറത്തായ മതി. അപ്പൊ ഞാൻ ആ 18 പേരുടെയും വെറുപ്പ് സമ്പാദിച്ചു. എനിക്ക് അതെ, വെറുപ്പ് സമ്പാദിച്ചിട്ട് പിന്നെ ഞാനിത് ഹ്യൂമറിലൂടെ ഇവരൊക്കെ എന്റെ കയ്യിലേക്ക് ആക്കാം. അവസരം കിട്ടി. ഞാൻ ജിൻഡുവിലൂടെയാണ് തുടങ്ങിയത്. അത് ജയിലിൽ പോയപ്പോ ജാൻമണിയായിട്ട് എനിക്ക് ആ ജയിലിൽ തന്നെ ജാൻമണിയായിട്ട് മുറുക്കുന്നത് ഞാൻ മനഃപൂർവ്വം ജാൻമണിയോട് പറഞ്ഞതാണ്. ശരിക്കും ജയിലിന്റെ പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പാടില്ല. ജാൻമണി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു പുറത്തേക്ക്. എന്നിട്ട് എന്റെ മുഖത്ത് കൂടി കരയാണ്. ഞാൻ പറഞ്ഞു, എന്തിനാ കരയണത്, കരയണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ ജാൻമണിയുടെ മുറുക്ക് ഭയങ്കര വൈറലായി തോന്നുന്നു. അതെ, ആ വീഡിയോ കണ്ടായിരുന്നു. എന്നിട്ട് പവർ റൂമിൽ പോയിട്ട് വാട്ട് ഈസ് മുറുക്ക് മുറുക്ക് എന്നൊക്കെ പറഞ്ഞ. അതെ അതെ. അപ്പൊ ഞാൻ ജാൻമണിയിൽ നിന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് ഇത് മുറുക്ക്. അപ്പൊ ഞാൻ അവിടെ 2 പേരെ എന്റെ ഇതിലേക്ക് ആക്കി. ജിൻഡോ എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് അത്രയും വലിയ ക്ലോസ് ആയി. ജയിലിലൂടെ തന്നെ അവിടെ ഒരുപാട് ഹ്യൂമറുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഉറുമ്പിനൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഈ ഒരു ചില്ലറ പൈസ കുറവുള്ള പോലെയൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത്. അതായത് ഉറുമ്പിനെ പിടിച്ച് തെറ്റരു എന്നൊക്കെ പറഞ്ഞു. അതെ. അപ്പൊ മുടിയനെ അത് കൂടെ പോകുമ്പോ ഞാൻ മുടിയനെ വിളിച്ചേടാ, മുടിയ എന്റെ തുത്തരു എന്റെ വൃത്തിയുടെ ഡാൻസ് ഒന്ന് പഠിപ്പിച്ചേടാ, ഒന്ന് പഠിപ്പിച്ചോടാ പറഞ്ഞു. അപ്പൊ മുടിയൻ നമ്മളിലേക്ക് വന്നു. അങ്ങനെ പോസിറ്റീവ് ഓരോരുത്തരായിട്ട് ഞാൻ. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ കളികൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. എനിക്ക് ഇനിയിപ്പോ പുറത്ത് ആദ്യത്തെ 3 ദിവസം ഒരു നെഗറ്റീവ് ആണെങ്കിൽ പിന്നത്തെ 2 ദിവസം ഞാൻ കളികൾ മാറ്റി തുടങ്ങുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ടാവും എന്ന് എന്റെ മനസ്സിൽ. അല്ല, ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുമ്പോൾ വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തു. പിന്നെ ഞാൻ ജയിലിൽ ഞാൻ പറയുന്നത് നമുക്കറിയായിരുന്നു. പക്ഷെ നമ്മൾ ഈ വോട്ട് ബാങ്ക് നോക്കിയിട്ടല്ല നമ്മളവിടെ ഗെയിം കളിക്കുന്നത്. പിന്നെ ഞാൻ എന്താണ് ഔട്ടായത് എന്ന് ഞാൻ നോക്കിയപ്പോ, ഞാൻ പുറത്തു വന്ന് ഞാൻ എടുത്തു നോക്കിയപ്പോ, അനലൈസ് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത്, ഞാൻ ആദ്യത്തെ 3 ദിവസം നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുമ്പോൾ എനിക്ക് വോട്ട് എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. അവസാനത്തെ 2 ദിവസമാണ്. ഈ 2 ദിവസം കൊണ്ടാണ് എനിക്ക് വോട്ടുകൾ കയറി തുടങ്ങിയത്. അപ്പൊ ഈ വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്ത കാരണം ആയിരിക്കാം ഞാൻ ഔട്ടായത്. എന്തായാലും ബിഗ് ബോസ് എനിക്ക് വലിയ വാതിലാണ് തുറന്നു തന്നത്. അപ്പോ ഈ വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തു അതൊന്നും നമ്മളവിടെ നോക്കില്ല. നമ്മളിപ്പോ വോട്ട് ബാങ്ക് അത് ഞാൻ ഇവിടെ വന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കാന്ന് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ എന്റെ കളികൾ സ്ട്രെയിറ്റ് ആയിട്ട് വഴിക്ക് പോയപ്പോ ഞാൻ വിചാരിച്ച ആദ്യത്തെ ആഴ്ച എലിമിനേഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഓവർ കോൺഫിഡൻസ് നല്ലതല്ല.